കേരള സ്റ്റോറി വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇപ്പോൾ വീണ്ടും ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നു. എങ്ങനെയാണ് മോശമായി മാറി വന്നു. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, സിനിമ റിലീസായ സമയത്ത് തന്നെ നമസ്കാരം എല്ലാവരും പറഞ്ഞു ഇത് ശരിയല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമായ കേരള സ്റ്റോറി, ഇത് വെറും വിദ്വേഷവും വർഗീയതയും ഒരു കഥയാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു സംസ്ഥാനമാണ്, അതല്ലേ കേരള സ്റ്റോറി ശരിക്കും പറയുന്നത്. പക്ഷെ എന്തായാലും ഈ ദൂരദർശൻ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവര് ഓട്ടോണമി കൊടുത്തതാണ്, അതാണ് പ്രസാർ ഭാരതിയൊക്കെ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു ഓട്ടോണമി ഇല്ലാതെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ കാട്ടുന്ന അവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കുന്നത് മഹാമോശമായി പോയി. അതിന് നിറയുന്നുണ്ണയാണ് എത്ര ഈ കേരളം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തെ ഒരു മിനി പാകിസ്ഥാനാക്കി കാണിച്ചു കൂട്ടുന്നത് അർത്ഥമില്ലാത്തൊരു പരിപാടി. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഇത് കാണിക്കായിരുന്നില്ല. പക്ഷെ കാണിച്ചതിന്റെ കാരണം അവർക്ക് വലിയൊരു കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അവരുടെ വർഗീയത വിശ്വസിക്കുന്നവരെന്നെ ഇതും വീണ്ടും വിശ്വസിക്കും.